വീട്ടിനുള്ളിലെ ശത്രു. ചാണക്യൻ നൽകുന്ന മുന്നറിയിപ്പ്. നിങ്ങളെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളതാരാണ്? നിങ്ങൾ ഒട്ടുമറിയാത്ത എവിടെയോ ജീവിക്കുന്ന അപരിചിതരായ ശത്രുക്കളാണോ? അതോ സ്വന്തം ജീവനേക്കാളും അധികം നിങ്ങൾ വിശ്വസിച്ച നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെയാണോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ശത്രുവിനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. അവരുടെ കയ്യിൽ വാളുണ്ടാകും, കണ്ണിൽ പകയുണ്ടാകും. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കവചങ്ങൾ ഉപയോഗിക്കാം. എന്നാൽ സ്നേഹം നടിച്ച് നമ്മുടെ കൂടെയിരിക്കുകയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും അവസാനം നമ്മുടെ ചോര തന്നെ ഊറ്റിക്കുടിക്കുകയും ചെയ്യുന്ന ശത്രുക്കളെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ആചാര്യ ചാണക്യൻ പറയുന്നു, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്നത് പുറത്തെ യുദ്ധത്തിലല്ല, മറിച്ച് സ്വന്തം വീട്ടിനുള്ളിലെ അല്ലെങ്കിൽ സ്വന്തം വലയത്തിനുള്ളിലെ ചതി തിരിച്ചറിയാതെ പോകുമ്പോഴാണ് എന്ന്. വിഷം കലർത്തിയ ഭക്ഷണം കഴിച്ചാൽ വൈദ്യശാസ്ത്രത്തിൽ ചികിത്സയുണ്ട്, എന്നാൽ വിശ്വസിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷമുണ്ടെങ്കിലോ? ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ചാണക്യനീതിയിലെ ഏറ്റവും ഗൗരവമേറിയ എന്നാൽ പലരും ഭയത്താൽ മിണ്ടാതിരിക്കുന്ന ആ അധ്യായമാണ്. ആരാണ് നിങ്ങളുടെ വീട്ടിനുള്ളിലെ ശത്രു? അത് അച്ഛനാകാം, മകനാകാം, ജീവിത പങ്കാളിയാകാം, അല്ലെങ്കിൽ ആത്മാർത്ഥ സുഹൃത്താകാം. അവരെ എങ്ങനെ തിരിച്ചറിയാം? വീഡിയോ മുഴുവനായി കാണുക, കാരണം ഈ അറിവ് നിങ്ങളുടെ സമാധാനത്തിനും നിലനിൽപ്പിനും അത്രമേൽ അത്യാവശ്യമാണ്. നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ശത്രുക്കൾ എപ്പോഴും പുറത്താണ് എന്നാണ്. ബിസിനസ്സിലെ എതിരാളികൾ, അല്ലെങ്കിൽ നമ്മളോട് അസൂയയുള്ള അയൽക്കാർ, നമ്മളെ തകർക്കാൻ നടക്കുന്ന നാട്ടുകാർ. ഇങ്ങനെ പോകുന്നു നമ്മുടെ ശത്രുക്കളുടെ ലിസ്റ്റ്. എന്നാൽ ചാണക്യൻ പറയുന്നു, പുറത്തുനിന്നുള്ള 100 ശത്രുക്കളെ നേരിടാൻ എളുപ്പമാണ്, എന്നാൽ കൂടെ നിൽക്കുന്ന ഒരു വഞ്ചകനെ അല്ലെങ്കിൽ ഒരു ബാധ്യതയെ നേരിടാൻ അസാധ്യമാണ് എന്ന്. ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ഋണകർത്താ പിതാ ശത്രുഹ, മാതാച്ച വ്യഭിചാരിണി, ഭാര്യ രൂപവതി ശത്രുഹ, പുത്രഃ ശത്രുര പണ്ഡിതഃ. ഈ ശ്ലോകം കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നെഞ്ചിൽ ഒരു ആന്തൽ അനുഭവപ്പെട്ടേക്കാം. കാരണം നമ്മൾ പവിത്രമായി കാണുന്ന പല ബന്ധങ്ങളെയും ചാണക്യൻ ഇവിടെ ശത്രു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? വെറുതെ ഒരു ഭംഗിവാക്ക് പറഞ്ഞതല്ല അദ്ദേഹം. അനുഭവങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും വെളിച്ചത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം നശിപ്പിക്കാൻ ശേഷിയുള്ള 5 തരം അന്തർശത്രുക്കളെ അദ്ദേഹം വരച്ചുകാട്ടുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ 5 കൂട്ടരെയും ഓരോന്നായി കീറിമുറിച്ച് പരിശോധിക്കാൻ പോവുകയാണ്. ഇതിലാരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ കടമയാണ്. വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് വെറുമൊരു നേരമ്പോക്കിനു വേണ്ടിയല്ല, ജീവിതത്തിലെ ചില തിരിച്ചറിവുകൾക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ട്രൂത്ത് എന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഈ അറിവ് ആവശ്യമുള്ള മറ്റൊരാളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. നിങ്ങൾ ലൈക്ക് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി ചാണക്യൻ പറയുന്നത് ഋണകർത്താ പിതാ ശത്രു എന്നാണ്. അതായത് കടം വരുത്തിവയ്ക്കുന്ന അച്ഛൻ മക്കൾക്ക് ശത്രുവാണ്. ഇതൊരു കടുപ്പമേറിയ വാക്കായി തോന്നാം. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കുടുംബത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് സാമ്പത്തിക സുരക്ഷിതത്വമാണ്. തന്റെ സുഖലോലുപതയ്ക്കു വേണ്ടിയോ അല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസം കൊണ്ടോ ചൂതാട്ടം പോലുള്ള ദുശീലങ്ങൾ കൊണ്ടോ വലിയ കടബാധ്യതകൾ ഉണ്ടാക്കിവെക്കുന്ന ഗൃഹനാഥൻ യഥാർത്ഥത്തിൽ നശിപ്പിക്കുന്നത് സ്വന്തം സമാധാനം മാത്രമല്ല, തന്റെ തലമുറയുടെ സമാധാനം കൂടിയാണ്. ഇന്നത്തെ കാലത്ത് ക്രെഡിറ്റ് കാർഡുകളും ലോണുകളും എടുത്ത് അനാവശ്യമായ ആഡംബരങ്ങൾ കാണിച്ച് ഒടുവിൽ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ആ വീട് ഒരു നരകമായി മാറുന്നു. ജപ്തി ഭീഷണി നേരിടുന്ന ഒരു വീട്ടിൽ എന്ത് സ്നേഹമാണുണ്ടാവുക? അവിടെ പരസ്പരം പഴിചാരലുകൾ മാത്രമേ ഉണ്ടാകൂ. തന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിനും അവർക്ക് തലചായ്ക്കാൻ ഒരു കൂര നൽകുന്നതിനും പകരം അവർക്ക് മേൽ വലിയൊരു കടബാധ്യത കെട്ടിവെക്കുന്ന പിതാവ് ആ മക്കളുടെ ഭാവിയുടെ കാലിൽ ചങ്ങലയിടുകയാണ് ചെയ്യുന്നത്. ജനിക്കുമ്പോൾ തന്നെ കടക്കാരനായി ജനിക്കേണ്ടി വരുന്ന കുട്ടിയുടെ ഗതികേട് ഓർത്തുനോക്കൂ. അതുകൊണ്ടാണ് ചാണക്യൻ അത്തരം ഗൃഹനാഥനെ ശത്രു എന്ന് വിളിക്കുന്നത്. രണ്ടാമതായി ചാണക്യൻ പറയുന്നത് മാതാശത്രു അശീലത, അല്ലെങ്കിൽ ഭാര്യാശത്രു വ്യഭിചാരിണി. ഇവിടെ നമ്മൾ ലിംഗഭേദത്തിനപ്പുറം ഇതിന്റെ സന്ദേശം മനസ്സിലാക്കണം. ധാർമ്മികതയില്ലാത്ത, സ്വഭാവശുദ്ധിയില്ലാത്ത പങ്കാളി ആ വീടിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. ഒരു വീടിന്റെ വിളക്ക് എന്ന് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീയാണ്, അല്ലെങ്കിൽ ആ ദാമ്പത്യ ബന്ധമാണ്. ആ ബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്ന തരത്തിൽ, പരസ്പര വിശ്വാസം തകർക്കുന്ന തരത്തിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ ആ കുടുംബം മുഴുവൻ ഇരുട്ടിലാകും. പരസ്പര വിശ്വാസമില്ലാത്ത ദാമ്പത്യം ഒരു പാമ്പിനൊപ്പം ഒരേ മുറിയിൽ ഉറങ്ങുന്നത് പോലെയാണെന്ന് ചാണക്യൻ പറയുന്നു. എപ്പോഴാണ് കടിയേൽക്കുക എന്ന് പറയാനാകില്ല. എന്റെ പങ്കാളി എന്നെ വഞ്ചിക്കുന്നുണ്ടോ എന്ന സംശയത്തിന്റെ നിഴലിൽ ജീവിക്കുന്നതിനേക്കാൾ വലിയ നരകം വേറെയില്ല. ആ വീടിന്റെ സമാധാനം അതോടെ അവസാനിക്കുന്നു. മക്കളുടെ മനസ്സ് തകർന്നുപോകുന്നു. അതുകൊണ്ട് സ്വഭാവശുദ്ധിയും കൂറുമില്ലാത്ത പങ്കാളി വീട്ടിനുള്ളിലെ ഏറ്റവും വലിയ ശത്രുവാണ്.
മൂന്നാമതായി ചാണക്യൻ ചൂണ്ടിക്കാണിക്കുന്നത് മക്കളെയാണ്. പുത്രശത്രുഃ അപ്പണ്ഡിതഃ. ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ വിവേകമില്ലാത്ത മക്കൾ ശത്രുവിന് തുല്യമാണ്. ഇവിടെ അപ്പണ്ഡിതൻ എന്നതുകൊണ്ട് ചാണക്യൻ ഉദ്ദേശിക്കുന്നത് സ്കൂളിൽ മാർക്ക് കുറഞ്ഞ കുട്ടിയെയല്ല, മറിച്ച് ജീവിതത്തെക്കുറിച്ച് ബോധമില്ലാത്ത, മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത, കുടുംബത്തിന്റെ മാനം കാത്തുസൂക്ഷിക്കാത്ത മക്കളെയാണ്. മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് മക്കൾക്കു വേണ്ടിയാണ്. സ്വന്തം ജീവിതത്തിലെ സന്തോഷങ്ങൾ വേണ്ടെന്ന് വെച്ചാണ് പല മാതാപിതാക്കളും മക്കളെ വളർത്തുന്നത്. എന്നാൽ ആ മക്കൾ ലഹരിക്കടിമയായോ മോശം കൂട്ടുകെട്ടിൽപ്പെട്ടോ വഴിതെറ്റി നടന്നാൽ അത് മാതാപിതാക്കൾക്ക് നൽകുന്ന വേദന ശത്രുക്കൾ നൽകുന്ന വേദനയേക്കാൾ 1000 മടങ്ങ് കൂടുതലായിരിക്കും. ഒരു ശത്രുവിന് നമ്മളെ ശാരീരികമായി ഉപദ്രവിക്കാൻ മാത്രമേ കഴിയൂ. എന്നാൽ വഴിപിഴച്ച ഒരു മകന് അല്ലെങ്കിൽ മകൾക്ക് മാതാപിതാക്കളുടെ മനസ്സിനെ ഓരോ ദിവസവും കൊല്ലാം. സമൂഹം മുഴുവൻ നമ്മളെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് അവർ നമ്മളെ എത്തിക്കും. ഇവളെ വളർത്തിയതിലും ഭേദമൊരു വാഴ വയ്ക്കാമായിരുന്നു എന്ന് മാതാപിതാക്കളെക്കൊണ്ട് പറയിപ്പിക്കുന്ന മക്കൾ ആ വീടിന്റെ ശത്രുക്കൾ തന്നെയാണ്. ഇതാണ് ഏറ്റവും അപകടകാരിയായ വിഭാഗം. ചാണക്യൻ പറയുന്നു, പരോക്ഷേ കാര്യഹന്താരം, പ്രത്യക്ഷേ പ്രിയവാദിനം. മുഖത്തു നോക്കി മധുരമായി സംസാരിക്കുകയും എന്നാൽ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന സുഹൃത്ത്. ഇവരെയാണ് ചാണക്യൻ വിഷകുംഭം പയോമുഖം എന്ന് വിളിക്കുന്നത്. അതായത് വായ്ഭാഗത്ത് മാത്രം പാൽ പുരട്ടിയ ഉള്ളിൽ നിറയെ വിഷം നിറച്ച കുടം. നമ്മുടെ ഓഫീസിൽ, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഇത്തരം ആളുകൾ ധാരാളമുണ്ടാകും. നിങ്ങളുടെ മുന്നിൽ വെച്ച് നീയാണ് ബെസ്റ്റ്, നിന്നെപ്പോലെ ആരുമില്ല എന്ന് പറയുകയും എന്നാൽ ബോസിന്റെ മുന്നിലോ മറ്റു സുഹൃത്തുക്കളുടെ മുന്നിലോ നിങ്ങളെക്കുറിച്ച് അപവാദം പറയുകയും ചെയ്യുന്നവർ. ഇവർ വീട്ടിനുള്ളിലെ ശത്രുവിനേക്കാൾ അപകടകാരിയാണ്. കാരണം എന്താണെന്നോ? ഇവരെ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മുടെ ബലഹീനതകളും രഹസ്യങ്ങളും ഇവർക്ക് അറിയാം. ആ രഹസ്യങ്ങൾ ആയുധമാക്കിയാണ് ഇവർ നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്നത്. ഒരു ശത്രുവിനെ നിങ്ങൾക്ക് അകറ്റി നിർത്താം, പക്ഷേ സ്നേഹം നടിച്ചു കൂടെ നിൽക്കുന്ന ചതിയനെ എങ്ങനെ അകറ്റി നിർത്തും? അഞ്ചാമതായി ചാണക്യൻ പറയുന്നത് വേലക്കാരെക്കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് നമുക്കിതിനെ എംപ്ലോയി അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ നിൽക്കുന്നവർ എന്ന് കാണാം. നമ്മൾ ശമ്പളം കൊടുക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ നമ്മളോട് തർക്കിക്കുകയും നമ്മുടെ ആജ്ഞകൾ ധിക്കരിക്കുകയും ചെയ്താൽ അയാൾ വീടിനും ബിസിനസ്സിനും ഒരു ബാധ്യതയാണ്. നമ്മുടെ വീടിന്റെയോ ബിസിനസ്സിന്റെയോ ഉള്ളുകള്ളികൾ അറിയുന്നവരാണ് ഇവർ. ഇവരുടെ വിശ്വസ്തത നഷ്ടപ്പെട്ടാൽ അത് വലിയൊരു സുരക്ഷാ ഭീഷണിയാണ്. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ചാണക്യൻ ഇവരെ ശത്രുക്കൾ എന്ന് വിളിക്കുന്നത്? ഇവർ നമ്മളെ നേരിട്ട് വാളെടുത്ത് വെട്ടുന്നില്ലല്ലോ. ഉത്തരം ലളിതമാണ്: മാനസിക സമാധാനം. ഒരു മനുഷ്യന് എത്ര പണമുണ്ടായാലും എത്ര വലിയ പദവിയിലിരുന്നാലും വീട്ടിൽ സമാധാനമില്ലെങ്കിൽ അയാൾ തോറ്റവനാണ്. ലോകം മുഴുവൻ ജയിച്ച് വീട്ടിലെത്തുമ്പോൾ അവിടെ കാത്തിരിക്കുന്നത് വഴക്കും സംശയവും കടബാധ്യതയും ചതിയുമാണെങ്കിൽ ആ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? ചാണക്യൻ പറയുന്നു, ദുഷ്ടാഭാര്യ ഷഠം മിത്രം ഭൃത്യശ്ച ഉത്തരദായകഃ സസർപ്പേച്ച ഗൃഹേ വാസോ മൃത്യരേവ ന സംശയഃ. അതായത് ദുഷ്ടയായ ഭാര്യ, ചതിയനായ സുഹൃത്ത്, അനുസരണയില്ലാത്ത സഹായി. ഇവർക്കൊപ്പം ജീവിക്കുന്നത് ഒരു പാമ്പുള്ള വീട്ടിൽ താമസിക്കുന്നത് പോലെയാണ്. മരണം ഏതു നിമിഷവും സംഭവിക്കാം. ഇവിടെ മരണം എന്നത് ശാരീരികമായ മരണം മാത്രമല്ല, നമ്മുടെ സ്വപ്നങ്ങളുടെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ മരണമാണ്. പുറത്തുള്ള ശത്രു നമ്മളെ ജാഗ്രതയുള്ളവരാക്കും, എന്നാൽ അകത്തുള്ള ശത്രു നമ്മളെ ദുർബലരാക്കും. നമ്മൾ ഉറങ്ങുമ്പോഴാണ് ഇവർ ആക്രമിക്കുന്നത്. അതാണ് ഇവരെ കൂടുതൽ അപകടകാരികളാക്കുന്നത്. പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി എന്താണ് ഇതിനുള്ള പരിഹാരം? ഇവരെ എല്ലാവരെയും ഉപേക്ഷിച്ച് കാട്ടിൽ പോകാൻ പറ്റുമോ? ഇല്ല. ചാണക്യൻ പ്രായോഗികമായ ചില തന്ത്രങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമതായി തിരിച്ചറിയുക. കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. സ്നേഹം അന്ധമാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ ആ അന്ധത നിങ്ങളുടെ നാശത്തിന് കാരണമാകരുത്. കൂടെയുള്ളവരുടെ പെരുമാറ്റം നിരീക്ഷിക്കുക. വാക്കുകളിലല്ല, പ്രവൃത്തികളിലാണ് കാര്യം. രണ്ടാമതായി അകലം പാലിക്കുക. കൂടെയുള്ളവർ വിഷമാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവരിൽ നിന്ന് വൈകാരികമായി അകലം പാലിക്കുക. അവരുടെ വാക്കുകൾ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ചതിയനായ സുഹൃത്തിനെ തിരിച്ചറിഞ്ഞാൽ അവരോട് വഴക്കിടാൻ പോകേണ്ട, മെല്ലെ അവരെ നിങ്ങളുടെ രഹസ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുക. മൂന്നാമതായി സാമ്പത്തിക അച്ചടക്കം. കടം വരാതെ നോക്കുക എന്നത് ഗൃഹനാഥന്റെ കടമയാണ്. ആഡംബരങ്ങൾ കുറയ്ക്കുക. കുടുംബത്തിൽ സാമ്പത്തിക സുതാര്യത കൊണ്ടുവരിക. മക്കളെ പണത്തിന്റെ മൂല്യം പഠിപ്പിക്കുക. നാലാമതായി പരീക്ഷണങ്ങൾ. ചാണക്യൻ പറയുന്നു, ആപത്തുകാലത്താണ് യഥാർത്ഥ ബന്ധുവിനെയും മിത്രത്തെയും തിരിച്ചറിയുന്നത് എന്ന്. എല്ലാവരെയും പരീക്ഷിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവരുടെ സത്യസന്ധത പരിശോധിക്കുക. പണത്തിന്റെ കാര്യത്തിൽ സത്യസന്ധതയില്ലാത്തവരെ ഉടൻ തന്നെ ഒഴിവാക്കുക, അവർ എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും. അഞ്ചാമതായി സ്വയം നന്നാകുക. യഥാ രാജ തഥാ പ്രജ എന്ന് പറയുന്നതുപോലെ ഗൃഹനാഥൻ ശരിയാണെങ്കിൽ ബാക്കിയുള്ളവർ ഒരു പരിധിവരെ ശരിയാകും. നമ്മൾ ധാർമ്മികമായി ജീവിക്കുക. അപ്പോൾ അധാർമികരായവർക്ക് നമ്മുടെ മുന്നിൽ നിൽക്കാൻ ഭയമാകും.
ചരിത്രം പരിശോധിച്ചാൽ വലിയ സാമ്രാജ്യങ്ങൾ തകർന്നത് പുറത്തുനിന്നുള്ള ആക്രമണം കൊണ്ടല്ല, ഉള്ളിലുള്ളവരുടെ വഞ്ചന കൊണ്ടാണ്. ജൂലിയസ് സീസറിനെ കൊന്നത് ബ്രൂട്ടസാണ്. ഇന്ത്യയിൽ വിദേശികൾക്ക് അധികാരം പിടിച്ചെടുക്കാൻ സാധിച്ചത് ഇവിടുള്ള രാജാക്കന്മാർ തമ്മിലുള്ള ഒറ്റുകൊടുക്കൽ കൊണ്ടാണ്. മഹാഭാരത യുദ്ധത്തിന് കാരണമായത് വീട്ടിനുള്ളിലെ തർക്കങ്ങളാണ്. നിങ്ങളുടെ ജീവിതം ഒരു സാമ്രാജ്യമാണ്. അതിന്റെ രാജാവ് നിങ്ങളാണ്. ആ കോട്ടയ്ക്കുള്ളിൽ വിള്ളലുകൾ വീഴാൻ അനുവദിക്കരുത്. ചാണക്യൻ പറഞ്ഞ ഈ മുന്നറിയിപ്പുകൾ ഒരു പേടിപ്പെടുത്തലായല്ല, ഒരു കവചമായി കാണുക. സ്നേഹിക്കുക, പക്ഷെ ജാഗ്രതയോടെ. വിശ്വസിക്കുക, പക്ഷെ വിവേകത്തോടെ. ഈ അറിവ് നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകിയെങ്കിൽ അതെന്നെ അറിയിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തുക. ഈ 5 തരം ശത്രുക്കളിൽ നിങ്ങൾ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അപകടകാരിയായി നിങ്ങൾക്ക് തോന്നുന്ന ശത്രു ആരാണ്? ബാഡ് ഫ്രണ്ട് ആണോ? അതോ ഫേക്ക് റിലേറ്റീവ് ആണോ? നിങ്ങളുടെ അനുഭവം ഒറ്റ വാക്കിൽ താഴെ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ഓരോ കമന്റും ഞാൻ വായിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വീട്ടിനുള്ളിലെ ശത്രുക്കളെയും തിരിച്ചറിയാനും അവരെ നേരിടാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.